ഇതാണ് റാപ്പപ്പം എന്ന് പറഞ്ഞ മരുന്ന്. നമ്മുടെ ജാതിയുടെ ജീവാമൃതം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മൾ ജാതിക്ക് 1 ലിറ്റർ 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി ജാതിയുടെ മണ്ട, അതായത് ഇലകളിൽ മൊത്തം സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജാതിക്ക് ഫംഗസ് ബാധ, അതേപോലെ പച്ചക്കാ പൊട്ടൽ, അങ്ങനെയുള്ള എല്ലാം മാറി നമ്മുടെ ജാതിക്ക് പുതിയ ഇലയും ഉണ്ടാവും, അതേപോലെ നല്ല രീതിയിൽ കായും ഉണ്ടാവും. ഇത് ജാതി മൊത്തം കുളിപ്പിച്ചടിക്കണം. ഇത് 1 ലിറ്ററിന് നമുക്ക് മാർക്കറ്റ് വില ഏകദേശം ഒരു 1500 രൂപയോളം വിലയുണ്ട് ഈ മരുന്നിന്. നമുക്കത് 1400-ന് കിട്ടും. ഇതൊരു ഓൺലൈൻ പ്രോഡക്റ്റാണിത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തൊരു മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വില കുറച്ച് കിട്ടും. ഇത് ജാതിക്ക് ഏറ്റവും നല്ലൊരു ഫംഗിസൈഡാണ് ഈ മരുന്ന്. നമ്മൾ 1 ലിറ്റർ 200 ലിറ്റർ വെള്ളത്തിലാണ് കലക്കി ഒഴിക്കുന്നത്. ബയോഫിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ റാപ്പപ്പ് നമ്മൾ വെള്ളം ഇപ്പോൾ ടാങ്കിലോട്ട് ഒഴിക്കുവാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ 2 ടിന്ന് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് 100 ജാതികളുള്ളതുകൊണ്ട് നമുക്ക് 2 ടിന്ന് വേണം. ഇത് വർഷത്തിൽ 2 തവണയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് നമ്മൾ ഈ ടിന്ന് ശരിക്കും കഴുകി ഇതിൻ്റെ അകത്ത് ഒഴിക്കണം. ഞാനിപ്പോൾ നിലവിൽ ഇപ്പോൾ ജാതി ഇതുണ്ട് കുളിപ്പിച്ച് റാപ്പപ്പം എന്ന് പറഞ്ഞ മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പേ കൂട്ടിയ ആ മരുന്ന് ജാതി കുളിപ്പിച്ചടിക്കുകയാണ്. ഇപ്പോൾ ഇത് പുന്നത്താനം ജാതിയാണ്. ഇതിലിപ്പോൾ ഒരു 10-15 കായോളം ഉണ്ട് ഇപ്പം തന്നെ. ഇതൊരു 3 കൊല്ലം കഴിഞ്ഞു, 4-ാം കൊല്ലം. 4-ാം കൊല്ലത്തിൽ ഇത് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു ജാതിയാണ്. ഇത് നമ്മൾ ഒടിക്കണം. ഈ ജാതിയാണ് M9 എന്നും പറഞ്ഞിട്ടുള്ള ജാതി. ലോകത്ത് ഏറ്റവും വലിയ പൂ കായ്ക്കുന്ന ജാതിയാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ ചൂട്ടിൽ തന്നെ ഒരു ജാതിക്ക കായ്ച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ മണ്ടത്തരം പറ്റിയതിൻ്റെ മണ്ട വേറെ ജാതി ബഡ്ഡിയൊക്കെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ലൈവോടെ ആ ജാതിക്ക അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതാണ് M9 എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള ജാതിക്ക. ഇതുണ്ടോ, ഇത്രയും വലിയ ജാതിക്കായും പൂവും ലോകത്ത് തന്നെ അപൂർവം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് M9 ജാതിക്ക. ഇതിൻ്റെ പൂവ് ഇളക്കിയെടുക്കണം. നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുതിർത്തതിന് ശേഷം മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ. ഈ റാപ്പപ്പ് ഒരു ഫംഗിസൈഡ് ആയതുകൊണ്ട് ഈ പൊട്ടിയ ജാതിക്കായ്ക്കകത്തെ പൂവ് ഒരു 8-9 ദിവസത്തോളം ഇങ്ങനെ അഴുകാതെയും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മളടിക്കുന്ന ഈ ഒരു തുള്ളിയിലും ഒരു കായലിലും വീണ കായ്ക്കാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്. അതായത് പച്ചക്ക പൊട്ടിയില, അത് വെള്ളക്കാന്ന് പറയും, വെള്ളക്കാ പൊട്ടിയില, അതേപോലെ പൂവഴുകിപ്പോവുക. ഇപ്പോൾ ഇതിലൊക്കെ കണ്ടോ കുരുകുരാന്ന് കായ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാനിതിനു മുമ്പ് സ്റ്റിംറിച്ച് എന്ന് പറഞ്ഞൊരു മരുന്ന് കഴിച്ചായിരുന്നു. അപ്പോൾ ഇന്നലെ 52-30 എന്ന് പറഞ്ഞ വളം ഞാൻ ഇന്നലെ ചവിട്ടികൾ ഒഴിച്ചായിരുന്നു. ചവിട്ടിലും ഇലയിലുമായിട്ട് അടിച്ചായിരുന്നു. ഇനിയിപ്പോൾ ഈ റാപ്പപ്പ് ഫംഗിസൈഡ് ആയതുകൊണ്ട് റാപ്പപ്പ് അടിച്ചു. റാപ്പപ്പ് അടിച്ചതിന് ശേഷം നമുക്കിനി ഉടനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചൂട് നല്ലപോലെ ഒന്ന് തെളിച്ചെടുക്കുക. അടുത്ത മൈക്രോ ഫുഡിൻ്റെ ചുവട്ടിക്കൂടെ നമുക്കൊരു 200 ഗ്രാം വെച്ചിടുവാണെങ്കിൽ നല്ലതാണ്. നല്ലപോലെ കായ്ച്ചോളും. നമ്മൾ ഈ ജൈവ കൃഷി തന്നെ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ജാതി അതുപോലെ കായ്ക്കുകയില്ല. ജൈവവും രാസവും കൂടെ ചെയ്യണം. എന്നാൽ ഇതുപോലെ ജാതിക്ക് നല്ല